എഗ്രിമെന്റും ഈ താരിഫും ഒക്കെ ആയിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളായതുകൊണ്ടും ഞാൻ പറയാണ്, ഈ ഇത്തവണ നടന്ന ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇന്ത്യയുടെ ചരിത്ര വിജയമാണ്. ലോകത്തില് ജപ്പാനും യൂറോപ്പിനും മറ്റ് വികസിത രാജ്യങ്ങൾക്ക് പോലും സാധിക്കാത്ത ഒരു ചരിത്ര വിജയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുടെ മുന്നിൽ മുട്ടുമടക്കി എന്നുള്ളതാണ്. എന്നെ പോലെയുള്ള ഒരു വ്യവസായി 100% അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യവസായി ഒരു സുപ്രഭാതത്തില് ഇതുപോലെയുള്ള ഒരു ഭീമമായിട്ടുള്ള ഒരു ടാരിഫ് ഏർപ്പെടുത്തിയപ്പോ ചങ്ക് പൊട്ടിപ്പോയി. ഇനി മുന്നോട്ട് എങ്ങനെ എന്ന് വിചാരിച്ച ആയിരക്കണക്കിന് വ്യവസായികളിൽ ഒരാളാണത്. അന്ന് ഞാൻ പറഞ്ഞു, ഈ ചതിക്കെതിരെ നമ്മൾ മുട്ടുകുത്തരുത്, ഇന്ത്യയുടെ അഭിമാനം കാത്തുരക്ഷിക്കണം. ഇവിടുത്തെ വ്യവസായികൾ കുറച്ച് അനുഭവിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചാലും ഇതുപോലെയുള്ള അമേരിക്കയുടെ തീരുമാനത്തിന് മുന്നിൽ നമ്മൾ മുട്ടുമടക്കരുത്. അതിന് തന്റെ ഇടമുണ്ടായ ഒരു നേതാവാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ, പ്രധാനമന്ത്രി മോഡിജി. അതിനാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. ഈ ഒരു വർഷക്കാലം അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എത്ര രീതിയിലെല്ലാം ആക്ഷേപിച്ചിട്ടും ഒരു നേതാവ് എത്രത്തോളം പക്വതയോട് കൂടിയിട്ട് സംയമനം പാലിച്ചിട്ട് മാതൃക കാണിച്ചിട്ട് അന്ത്യം വരെ അതിന്റെ വിജയം കാണുന്നവരെ ആ കരാറിൽ അവസാനം അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വിളിച്ച് തീരുവ കുറയ്ക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. അവിടെയാണ് നമ്മുടെ EU കരാറിന്റെ വിജയം. കാരണം 18 വർഷക്കാലമായിട്ട് നമ്മുടെ ഇന്ത്യ ഭരിച്ച ഒരാൾക്കും സാധിക്കാത്ത ഒരു കരാറ് ഇവിടെ സാധ്യമാക്കി എന്നുള്ളതാണത്. അപ്പൊ EU കരാറും ഈ പറയുന്ന അമേരിക്കൻ ട്രേഡ് കരാറും കൂടി വരുമ്പോ ഇന്ത്യയുടെ മുന്നിലുള്ള സാധ്യതകള്, ഇന്ന് ഇവിടുന്ന് ചെറുപ്പക്കാര് യുവാക്കള് IT മേഖലകളില് തൊഴിലന്വേഷിച്ച് വിദേശത്തേക്ക് പോകുന്ന തിരിച്ച് വരേണ്ട സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് $89 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നതെങ്കിൽ അടുത്ത 5 വർഷക്കാലത്തിനുള്ളിൽ അത് 500 ബില്യൺ ആയിട്ട് മാറുമെന്നുള്ളതാണ്. അതേ സ്ഥലത്ത് തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഏതാണ്ട് $70 ബില്യൺ ഓപ്പർച്യൂണിറ്റി നമുക്ക് കെടുക്കുകയാണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യവസായത്തിന് സുവർണകാലം, ഇതുപോലെയൊരു കുതിപ്പുണ്ടാകുന്ന ഒരു സമയം ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം നമ്മളുടെ എല്ലാ ഇൻഡസ്ട്രിയുടെയും പ്രോഫിറ്റ് കൂടും, എംപ്ലോയ്മെന്റ്, ബില്യൺസ് ഓഫ് എംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റിയ 2 സുപ്രധാന എഗ്രിമെന്റ് ആണ് ഈ പറയുന്ന NDA ഗവൺമെന്റ്, പ്രധാനമന്ത്രി മോഡിജി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തത് എന്നുള്ളതാണ്. അതിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അതിനെ വിമർശിക്കുന്നവര് ഈ ഇന്ത്യ ഒരിക്കലും രക്ഷപ്പെടരുത്, ഇവിടുത്തെ ജനങ്ങള് കഷ്ടപ്പാട് ദുരിതം അനുഭവിച്ച് ഇവിടുത്തെ യുവാക്കള് രാജ്യം വിടണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളും അങ്ങനെ ചിന്തിക്കില്ല, അങ്ങനെ ആഗ്രഹിക്കില്ല.